നമസ്കാരം. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നതുല്യമായ ഒരു ഭവനം നിർമ്മിക്കാൻ പോകുന്നവരോ സ്വപ്നതുല്യമായ ഒരു ഭവനം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നവരോ ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഒരു വീട് വെക്കുന്നതിന് മുന്നേ കൃത്യമായി അറിയേണ്ട ഒന്നാണ് വാസ്തുശാസ്ത്രം എന്നുള്ളത്. വാസ്തുശാസ്ത്രം നോക്കാതെയാണ് നിങ്ങൾ ഭവനം വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പ്രശ്നങ്ങൾ വന്നിരിക്കും. സാധാരണ ഏതൊരു വ്യക്തിയും സ്വപ്നതുല്യമായ ഒരു ഭവനം നിർമ്മിക്കുന്നതിന് മുന്നേ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഒരു എഞ്ചിനീയറോട് പറയുകയും അദ്ദേഹം അതിനനുസരിച്ചൊരു പ്ലാൻ വരയ്ക്കുകയും നിങ്ങൾക്കത് ഇഷ്ടപ്പെടുകയും തുടർന്ന് വീട് പണി നടത്തുകയും ചെയ്യുകയാണ് പതിവ്. എന്നാൽ ഞാൻ മനസ്സിലാക്കുന്നത് 100% എഞ്ചിനീയേഴ്സിനും വാസ്തുശാസ്ത്രം എന്താണെന്നോ വാസ്തുശാസ്ത്രത്തിൻ്റെ ദിശകൾ ഏതാണെന്നോ ഒന്നും തന്നെ അറിയില്ല. എന്നാൽ 10% ആളുകൾ കൃത്യമായി വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരും അറിയത്തില്ല എങ്കിൽ വാസ്തുശാസ്ത്ര വിദഗ്ധന്മാരോട് ചോദിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരുമാണ്. നിങ്ങൾ ഒരിക്കലും ഒരു എഞ്ചിനീയർക്ക് വാസ്തുശാസ്ത്രം അറിയാമെന്നും കരുതി ഇരിക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ എഞ്ചിനീയറോട് വാസ്തുശാസ്ത്രം നോക്കി വേണം എൻ്റെ വീട് പണിയാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവാം. എന്നാൽ നിങ്ങൾക്ക് വാസ്തുശാസ്ത്രത്തെ പറ്റി നോളജ് ഇല്ല എങ്കിൽ അവർ പണിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് നിങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കുക? അതിന് നിങ്ങൾ ഭവനം പണിയുന്ന ഓരോരുത്തരും വാസ്തുശാസ്ത്രത്തെ പറ്റി അറിയണമെന്നും എൻ്റെ കിച്ചൺ എവിടെയാണ് വെക്കേണ്ടതെന്നും എൻ്റെ ബെഡ്റൂമുകൾ കൃത്യമായി എവിടെ വരണമെന്നും ബാത്റൂമുകൾക്ക് എവിടെയാണ് സ്ഥാനമെന്നും സെപ്റ്റിക് ടാങ്കും മലിനജലക്കുഴിയും എവിടെയാണ് സ്ഥാപിക്കേണ്ടതെന്നും നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭവനത്തെ സുന്ദരമാക്കാൻ സാധിക്കുന്നതുമാണ്. മിക്ക എഞ്ചിനീയേഴ്സും പണ്ട് കാലത്തെ പോലെ കോർണർ ടു കോർണർ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭവനം ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ളതോ മറ്റൊരാളുടെ ഭവനം സ്ക്വയർ ടൈപ്പിലുള്ളതോ എന്നാൽ മറ്റൊരാളുടെ ഭവനം ട്രെയിനിന്റെ ബോഗി പോലെ നീളമുള്ള ഒരു ഭവനമാണെന്നും കരുതുക. ഈ 3 ഭവനത്തിനും അവർ കണക്കാക്കുന്നത് ഒരു മൂല അഗ്നിമൂലയും കന്നിമൂലയും വായുമൂലയും ഈശാനമൂലയും ഒക്കെ ആയിട്ടാണ്. ഇത് തീർത്തും തെറ്റായ കാര്യം തന്നെയാണ്. ഇങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾ വെക്കുന്ന വീടുകളിൽ വെച്ചതിന് ശേഷം അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒരു വ്യാഴവട്ടക്കാലത്തിനുള്ളിൽ അതായത് 12 വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിച്ച് തീർക്കുന്നതും. ഈ വീഡിയോ കാണുന്ന ദൈവാനുഗ്രഹമുള്ളവർ വീട് പണിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്ലാനുകൾ കൃത്യമാണോ എന്ന് 16 ദിശകളും 16 ദിശകളുടെ മാഹാത്മ്യവും അറിയുന്ന ഡിഗ്രി ബേസിൽ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരാളെ കാണിക്കുകയും അവരുടെ അഡ്വൈസ് തേടുകയും തന്നെ വേണം. സ്വപ്നതുല്യമായ ഭവനം നിർമ്മിക്കുകയും പിന്നീട് നിങ്ങൾക്കുണ്ടാകുന്ന ആപത്തുകൾ ഒഴിവാക്കാനുമാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നിങ്ങളുടെ വീട് 500 സ്ക്വയർ ഫീറ്റ് മുതൽ 5000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടായിക്കോട്ടെ, കൃത്യമായി വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതിന് വാസ്തുവിദഗ്ധന്മാർക്ക് കൃത്യമായ പ്ലാനുകൾ മാത്രമേ വേണ്ടുള്ളൂ. കൃത്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ കൃത്യമായി ഇതെല്ലാം അലൈൻ ചെയ്യാനും സാധിക്കുന്നതാണ്. ഏതൊരു ഭവനത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങളുടെ മെയിൻ ഡോറുകൾ കൃത്യസ്ഥാനത്ത് വെക്കുക എന്നുള്ളത് തന്നെയാണ്. കിഴക്കിലോട്ടിരിക്കുന്നതോ പടിഞ്ഞാറിരിക്കുന്നതോ തെക്കിലിരിക്കുന്നതോ വടക്കിലിരിക്കുന്ന വീടായിക്കോട്ടെ, എല്ലാത്തിനും കൃത്യമായ സ്ഥാനങ്ങളുണ്ട്. പണ്ടത്തെ വാസ്തുവിദഗ്ധന്മാർ പറഞ്ഞു കേൾക്കുന്നുണ്ട്, ഏതൊരു ദിശയായാലും കൃത്യമായ മധ്യസ്ഥാനത്ത് തന്നെ വാതിലുകൾ വെച്ചാൽ അത്യുത്തമമെന്ന്. തീർച്ചയായിട്ടും ഇത് മണ്ടത്തരങ്ങളിൽ വലിയ മണ്ടത്തരം തന്നെയാണ്. നിങ്ങളുടെ വീടിന്റെ ഡിഗ്രി അനുസരിച്ച് ഒരു വീടിന്റെ ദിശകളെല്ലാം മാറി മറിയുമെന്ന് പഴയ വാസ്തുവിദഗ്ധന്മാർക്ക് അറിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പല പഴയ വാസ്തുവിദഗ്ധന്മാരും വാസ്തുശാസ്ത്രത്തിൽ തെറ്റിപ്പോകുന്നതും ആളുകൾക്ക് റിസൾട്ട് കൊടുക്കാൻ സാധിക്കാത്തതും. അതിനുശേഷം നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ കിച്ചൺ അഗ്നികോണിലാണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. അഗ്നികോണിലിരിക്കുന്ന അടുക്കള വളരെ വളരെ ധനവും സമ്പത്തും ഐശ്വര്യവും നിങ്ങൾക്ക് കൊണ്ടുവരും. അതിനുശേഷം നിങ്ങളുടെ ബെഡ്റൂമുകൾ ഈശാനുകോണിലില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം, വായുകോണിലില്ല എന്ന് ഉറപ്പുവരുത്തണം, അഗ്നികോണിലില്ല എന്ന് ഉറപ്പുവരുത്തണം. പകരം നിങ്ങൾക്ക് നേർക്കിഴക്കിലോ നേർ പടിഞ്ഞാറിലോ നേർതെക്കിലോ നേർവടക്കിലോ കന്നിക്കോണിലോ നിങ്ങൾക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ബാത്റൂമുകൾക്ക് സ്ഥാനം. ഒരു വീടിന് 3 ബാത്റൂമുകൾക്ക് സ്ഥാനം മാത്രമേ ഉള്ളൂ. ഏറ്റവും അത്യുത്തമം എന്നുള്ളത് തെക്ക് പടിഞ്ഞാറിന്റെ തെക്ക്, അതായത് കന്നിക്കോണിനും തെക്കിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നത്. അതും ഈ പറയുന്ന പോലെ ഡിഗ്രി നോക്കാതെ ചെയ്താൽ ഒരു പക്ഷേ കന്നിമൂലയിലേക്കോ തെക്കിലേക്കോ മാറാൻ സാധ്യത കൂടുതലാണ്.
രണ്ടാമത്തെ ദിശയായി വടക്ക് പടിഞ്ഞാറിനും പടിഞ്ഞാറിനും മധ്യയുള്ള സ്ഥാനമാണ്. ഇതും ഡിഗ്രി നോക്കാതെ ചെയ്താൽ വായുകോണിലേക്കോ പടിഞ്ഞാറിലോട്ടോ മാറിയാലും നിങ്ങൾക്ക് പ്രശ്നം തന്നെയാണ്. മറ്റൊന്നാണ് അഗ്നികോണിനും കിഴക്കിനും മധ്യയുള്ള സ്ഥാനം, തെക്ക് കിഴക്കിന്റെ കിഴക്ക് സ്ഥാനം. അഗ്നികോണിലോട്ടോ കിഴക്കിലോട്ടോ പോകാനും പാടില്ല. സെപ്റ്റ് ടാങ്ക് നിർമ്മിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും വടക്ക് പടിഞ്ഞാറിന്റെ പടിഞ്ഞാറ് തന്നെ സ്ഥാപിക്കാൻ ശ്രമിക്കുക. വസ്തുവിന്റെ ഡിഗ്രി നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ കിണറുകൾക്ക് സ്ഥാനം കൃത്യമായി ഉണ്ട്. വടക്ക് പടിഞ്ഞാറിന്റെ വടക്ക് തൊട്ട് വടക്ക് കിഴക്കിന്റെ കിഴക്ക് വരെ സ്ഥാനമുണ്ട്. നേർ കിഴക്കിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക. ഈശാന കോണെന്ന് പറയുന്ന 45 ഡിഗ്രി വരുന്ന ഭാഗത്തും ഒഴിവാക്കുക. ഇത്രയും കാര്യങ്ങൾ തന്നെ നിങ്ങളൊരു ഭവനം വെക്കുന്നതിന് മുന്നേ തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ഭവനം തന്നെ സുഖസുന്ദരമാക്കി മാറ്റാൻ സാധിക്കും. ഇനി 2 നില വെക്കുന്നവരാണ് എങ്കിൽ സ്റ്റെയർ കേസിന്റെ കയറി ചെല്ലുന്ന ഭാഗം 2ാം നിലയുടെ എൻട്രൻസ് ആയി കണക്കാക്കുകയും ചെയ്യും. അത് കൃത്യമായ സ്ഥാനത്താണ് എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം. നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പ്ലാനുമായി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ കൃത്യമായ വാസ്തുശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയെ കാണിച്ച് 16 ദിശകൾ അടയാളപ്പെടുത്തിയതിനു ശേഷം കൃത്യമാണ് എന്ന് വെരിഫൈ ചെയ്താൽ പിന്നീടുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും നിങ്ങൾക്ക് മുൻകൂട്ടി തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയുടെയും സ്വപ്നതുല്യമായ ഭവനം എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി കണ്ടുമുട്ടാം. വിഷ്ണു ആചാര്യ. നന്ദി, നമസ്കാരം.